ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. അടുത്ത മാസം നടക്കുന്ന T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തിരികെ എത്താൻ റിങ്കു സിംഗിന് കഴിഞ്ഞിരുന്നു. അതായത് ജിതേഷ് ശർമ്മക്ക് ടീമിലെ സ്ഥാനം നഷ്ടമായി. പകരമാണ് റിങ്കു സിംഗ് വന്നിട്ടുള്ളത്. ജിതേഷ് ശർമ്മ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത്. അതേസമയം ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് റിങ്കു സിംഗ് ആഘോഷിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റിങ്കു സിംഗിന് കഴിയുന്നുണ്ട്. ഉത്തർപ്രദേശിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, അവരുടെ ക്യാപ്റ്റൻ റിങ്കു സിംഗ് ആണ്. 4 മത്സരങ്ങൾ UP കളിച്ചു, 4ലും വിജയിക്കാൻ ഇപ്പോൾ ഉത്തർപ്രദേശിന് റിങ്കു സിംഗിന് കീഴിൽ കഴിഞ്ഞിട്ടുണ്ട്. 4 മത്സരങ്ങളിലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആകെ 273 റൺസ് അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യ മത്സരത്തിൽ 48 ബോളുകളിൽ നിന്ന് 67 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടാൻ റിങ്കുവിന് കഴിഞ്ഞു. 60 പന്തുകളിൽ നിന്നായിരുന്നു 106 റൺസ് അദ്ദേഹം നേടിയത്. പിന്നീട് മൂന്നാമത്തെ മത്സരത്തിൽ 67 പന്തുകളിൽ നിന്ന് 63 റൺസ് നേടി. നാലാമത്തെ മത്സരത്തിൽ പുറത്താവാതെ 15 പന്തുകളിൽ നിന്ന് 37 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ മികച്ച പ്രകടനമാണ് റിങ്കു സിംഗ് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അത് ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. മികച്ച ഫിനിഷറാണ് അദ്ദേഹം. മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഇന്ത്യക്ക് മുതൽ കൂട്ടേകുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.